അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കുഴിച്ചെടുക്കുന്നത് നിധിയൊന്നുമല്ല. ഇതെൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മ ഉണ്ടാകുന്ന കാലത്ത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഉമ്മ ചെയ്തിരുന്ന ഒരു കൃഷി രീതിയാണ്. ഇത് അതിൻ്റെ വിളവെടുപ്പാണെന്ന്. ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അവളാണ് ഇപ്പം ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നത്തെ പുതിയ തലമുറക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വൈഫ് ആണ് ഇതിൻ്റെ അനന്തരാവകാശം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവള് വെച്ചതാണിത്. ഇതിപ്പോൾ എൻ്റെ വിളവെടുത്ത് ഇനി ഇത് കറി വെച്ച് കഴിക്കുകയാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, അടാറ് ടേസ്റ്റാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു ഫൈബർ റിച്ച് ഫുഡാണ്. അതുപോലെ പോഷക മൂല്യങ്ങൾ ഏറെയുള്ള ഒരു അടിപൊളി ഡിഷാണിത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണിത്. അത്രയും ടേസ്റ്റിയാണിത്. പിന്നെ ഇത് കറി വെക്കുന്നതിന് ഒരു രീതിയുണ്ട്, അതുപോലെ തന്നെ ചെയ്യും വേണം. പിന്നെ ഇതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമ്മുടെ മൺകലത്തിൽ ഉണ്ടാക്കുന്ന ബീഫും, അത് എല്ലുള്ള ബീഫ്, അതുകൂടി കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ്. നിങ്ങൾ കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇനി ഇത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് നല്ല എന്താണെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആ ഭാഗത്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു സൈന്യാധിപയാണ് ഈ വന്നിരിക്കുന്നത്. അതതിൻ്റെ തക്കുടൂസാണ്. ഇവളാണ് പിന്നെ ഇനി കൈകാര്യങ്ങൾ ചെയ്യുക. ആരൊക്കെ കഴിക്കണം, ആരൊക്കെ സമാധാനമായി ഭക്ഷണം കഴിക്കണം എന്ന് പോലും തീരുമാനിക്കുന്ന ആ ഏരിയയുടെ കൺട്രോൾ ഇവളുടെ കയ്യിലായിരിക്കും. ഇനി ഇവള് ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിക്കുന്നത് എനിക്ക് നിർദ്ദേശങ്ങൾ തരുന്നു, ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് എരിവ് കൊണ്ട് ഞാൻ വായിൽ വലിക്കുമ്പോൾ അവൾ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് വലിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ സ്വർഗം നൽകട്ടെ, നമ്മുടെ മക്കൾക്ക് ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.